നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. വിനീത, തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുകയാണ്. ആർ ശ്രീജിത്ത്, KC വേണുഗോപാൽ വൈകിട്ട് 4 മണിക്ക് എത്തുന്ന പ്രത്യേക വിമാനത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം അതോടെ അവസാനിച്ചു എന്ന നിലയിലേക്കുള്ള ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുമോ? കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത്. വീണ്ടും വേണമെങ്കിൽ ഒരു പ്രത്യേക വിമാനം അയക്കാൻ കഴിവുള്ള നേതൃത്വമാണ് AICCയുടേത് എന്ന് നമുക്കറിയാം. പക്ഷേ ഏതാണ്ട് അവസാനിച്ചു എന്ന തരത്തിലും വേണമെങ്കിൽ അതിന് വ്യാഖ്യാനം നൽകാം. എന്തൊക്കെയാണ് വിവരങ്ങൾ, ആർ ശ്രീജിത്ത്? ദിലീപ്, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ചാർട്ടേഡ് വിമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ചിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരങ്ങളിൽ വിമാനത്തിൽ എത്തുന്നത് 4 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒന്ന്, ദീപാദാസ് മുൻഷിയാണ്, കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി. 2, ഹൈക്കമാൻഡ് നിരീക്ഷകരായി എത്തുന്ന മുകുൾ വാസ്നിക്കും. 3, അജയ് മാക്കനുമാണ്. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിൽ നിന്നുള്ള നേതാവായ സൂര്യകാന്ത് ദുസ്മാനാണ്. ഈ 4 പേരാണ് ഈ വിമാനത്തിൽ വരുന്നത്. ആ യാത്രികരുടെ കൂട്ടത്തിൽ KC വേണുഗോപാലിന്റെ പേരില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നൊരു വ്യാഖ്യാനം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രമാണ് അതിലൊരു സാധ്യത മാത്രമാണ് അത്തരമൊരു പ്രചരണം. എന്നാൽ മറിച്ച് KC വേണുഗോപാൽ പിന്നീട് മറ്റൊരു വിമാനത്തിൽ വരികയാണെങ്കിൽ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന CLP യോഗം വരെ നീണ്ടു നിൽക്കുന്ന ആകാംക്ഷയുടെ തോത് കൂട്ടുന്ന ഒരു വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അതിനെ കരുതാൻ കഴിയുക. എന്തായാലും രാഹുൽ ഗാന്ധിയുമായുള്ള KCയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞ് വിവരങ്ങൾ എന്താണെന്നത് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അതിന്റെ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാനും ദിവസങ്ങളിലായി, അതായത് ജനവിധി വന്നതിന് തൊട്ടു പിന്നാലെ മുതൽ ഈ 3 പേരുടെയും പേരുകൾ ഒരുപോലെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. 3 പേർക്കും തുല്യ സാധ്യത കൽപ്പിക്കപ്പെട്ടതാണ്. ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന പ്രഖ്യാപനം വരാൻ വേണ്ടിയുള്ള അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിന് മുൻതൂക്കം പ്രവചിക്കാൻ കഴിയുമോ? ആ തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? 3 ക്യാമ്പും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 3 പേരും ഒരുപോലെ അവരുടെ ശരീരഭാഷ സന്തോഷത്തിന്റെ ശരീരഭാഷയായി പുറത്തേക്ക് കാണപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് നൽകാൻ കഴിയുമോ? ആർക്കെങ്കിലും ഒരു അല്പം മുൻതൂക്കം കൂടുതലുണ്ട് എന്ന് പറയാൻ കഴിയുമോ ശ്രീജിത്ത്? GK, ഈ ഘട്ടത്തിൽ മുൻതൂക്കം ആർക്കെങ്കിലും നമ്മൾ കൽപ്പിച്ചു നൽകുന്നത് ഉചിതമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഹൈക്കമാൻഡിന്റെ തീരുമാനം വരാനിരിക്കുന്നു, തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കുന്നു. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വരുന്നതെങ്കിൽ നിശ്ചയമായും അത് KC വേണുഗോപാലിന് അനുകൂലമാണ്. അദ്ദേഹത്തിനാണ് 63 അംഗ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണ. എന്നാൽ ഘടകകക്ഷികളായ ലീഗ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണയും പൊതുവികാരവും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് അനുകൂലമാണ്. മുന്നണിയെ UDFനെ നയിച്ച നേതാവാണ് അദ്ദേഹം സ്വാഭാവികമായും ഈ പദവിയിലേക്ക് വന്നു ചേരേണ്ടതാണ് എന്നതാണ് കേരളത്തിന്റെ പൊതുവികാരമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സതീശനും വലിയ തോതിൽ മുൻതൂക്കമുണ്ട്. അപ്പോൾ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പറയുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരേപോലെ പരിഗണന ഉണ്ട്. എന്നാൽ കഴിഞ്ഞ 2021 മുന്നണിയെ നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് അത്രത്തോളം പ്രാധാന്യം സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. 2 പ്രധാന നേതാക്കൾ തമ്മിലുള്ള വടംവലി മുറുകുമ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും അതും സംഭവിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും 4 മണിക്ക് ശേഷമേ നിയമസഭാ കക്ഷി യോഗം നടക്കാൻ സാധ്യതയുള്ളൂ. ആ യോഗത്തിലായിരിക്കും അത് അറിയാൻ കഴിയുക. എന്തായാലും MLA-മാരുടെ ഭൂരിപക്ഷം നോക്കുമ്പോൾ KC വേണുഗോപാലിന് പിന്തുണയുണ്ട്, മുൻതൂക്കമുണ്ട്. എന്നാൽ പൊതുവികാരവും ഘടകകക്ഷികളുടെ പിന്തുണയും നോക്കുമ്പോൾ സതീശനും ഇതുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും ആളുകളെ ബാലൻസ് ചെയ്ത് പറയുന്നതല്ല, മറിച്ച് ഈ 2 വസ്തുതകളിൽ ഏതാണ് ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ശ്രീജിത്ത് പറഞ്ഞതിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ക്യാമ്പിന് വലിയ പ്രതീക്ഷ നൽകുന്നത് KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമാവുകയും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് KC വേണുഗോപാൽ നിർദ്ദേശിച്ചേക്കാം. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് KC വേണുഗോപാലിന് യോജിപ്പില്ല എന്ന നിലപാട് ഒരുപക്ഷെ അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ് അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നില്ലേ? അതേസമയം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത്തരം കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ഈ 11 ദിവസമായി മുഖ്യമന്ത്രിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് പൊതുവികാരമാണ്, ഘടകകക്ഷികളുടെ നിലപാടാണ്. അക്കാര്യവും കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്കിലെടുക്കേണ്ട കാര്യമല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നിയമസഭാ കക്ഷിയിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കം എന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡിന് കാണാതിരുന്നുകൂടാ. അങ്ങനെ ഈ സാധ്യതകളെല്ലാം
അതെല്ലാം ഒരു ഘടകമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലില്ലേ? ദിലീപ്, രമേശ് ചെന്നിത്തലയാണ് ഈ രണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ പരിഗണിക്കപ്പെടുന്ന KC വേണുഗോപാലും VD സതീശനും ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്നു, ആ ഗ്രൂപ്പിലെ പ്രധാനികളായിരുന്നു. ഐ ഗ്രൂപ്പിൽ നിന്ന് തിരുത്തൽവാദം എന്ന ആവശ്യമുയർത്തി രമേശ് ചെന്നിത്തലയും G കാർത്തികേയനും MA ഷാനവാസും പുറത്തു വരുമ്പോൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് KC വേണുഗോപാലും. ആ കൂട്ടത്തിൽ മൂന്നാം ഗ്രൂപ്പിന്റെ ഭാഗമായി G കാർത്തികേയന്റെ ഏറ്റവും വാത്സല്യനിധിയായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു VD സതീശൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടുപേർക്കും ലോയൽറ്റി ഉള്ളത് അല്ലെങ്കിൽ അവരുമായി കൂറുള്ളത് രമേശ് ചെന്നിത്തലയോടെയാണ്. അവർക്ക് രണ്ടുപേർക്കും യോജിപ്പിലെത്താൻ കഴിയുന്നതും രമേശ് ചെന്നിത്തലയോടെയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന വന്നാൽ KC വേണുഗോപാൽ അടക്കം പിന്തുണയ്ക്കും എന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. എങ്കിലും ഇപ്പോഴും ഈ മൂന്ന് പേരിൽ മറ്റു രണ്ടുപേരും പിന്മാറിയതായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി ഒരു നിലപാടെടുത്തായിട്ടുള്ള ഒരു സൂചനകൾ പോലും പുറത്തു വന്നിട്ടില്ല. മൂന്നുപേരും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. സാധാരണ രാജ്യത്ത് എല്ലായിടത്തും കോൺഗ്രസ് അതിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ അടിസ്ഥാന മാനദണ്ഡമാക്കി എടുത്തിട്ടുള്ളത് MLA-മാരുടെ ഭൂരിപക്ഷമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകരോട് പറയുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമായ കാര്യം വെച്ച് പറഞ്ഞാൽ രാജ്യത്ത് എല്ലായിടത്തും മുഖ്യമന്ത്രി നിശ്ചയിച്ചപ്പോൾ കോൺഗ്രസ് പ്രധാന മാനദണ്ഡമാക്കിയത് അതുതന്നെയായിരുന്നു. നമ്മുടെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് 2017 മുഖ്യമന്ത്രിയായി വന്നപ്പോഴും സച്ചിൻ പൈലറ്റിനായിരുന്നില്ല അവിടുത്തെ MLA-മാരുടെ പിന്തുണ. കർണാടകയിൽ DK ശിവകുമാറിനായിരുന്നില്ല ആ MLA-മാരുടെ പിന്തുണ, സിദ്ധരാമയ്യക്കായിരുന്നു. തെലങ്കാനയിൽ ഭട്ടി വിക്രമോർക്കയ്ക്കായിരുന്നില്ല MLA-മാരുടെ പിന്തുണ, അവിടെ രേവന്ത് റെഡ്ഡിക്കായിരുന്നു. ഹിമാചൽ പ്രദേശിൽ പ്രതിഭ സിംഗിനായിരുന്നില്ല, സുഖ്വിന്ദർ സിംഗിനായിരുന്നു അവിടെ MLA-മാരുടെ പിന്തുണ. അങ്ങനെ വരുമ്പോൾ MLA-മാരുടെ പിന്തുണ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനെ മറികടന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതപര്യന്തത്തിൽ ഈ ബന്ധം കോൺഗ്രസ് സൂക്ഷിച്ചു പോന്നിരുന്ന ഒരു കീഴ്വഴക്കം അതിലംഘിക്കുകയാണ്. കീഴ്വഴക്കം മാറ്റിവെച്ചുകൊണ്ട് ജനവികാരത്തിനൊപ്പം നിൽക്കാനുള്ള തീരുമാനമെടുക്കുമെങ്കിൽ ആ തീരുമാനം ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് പറയാതെ വയ്യ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.